വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. കൂട്ടിക്കവലയിൽ വെച്ച് കൂടിനടുത്ത് കടുവയെത്തി. RRT സംഘവും വെറ്റിനറി സംഘവും കടുവയെ നിരീക്ഷിക്കുകയാണ്. ഇന്ന് പുലർച്ചെ വീണ്ടും വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ചു കൊന്നു. അമരക്കുനിയിൽ നിന്ന് 2 കിലോമീറ്ററോളം അകലെയാണ് കടുവയെത്തിയത്. അതിനിടെ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് വനപാലകർക്ക് നേരെ സ്ഥലത്ത് പ്രതിഷേധമുണ്ടായി. 9 ദിവസമായി മേഖലയിൽ കടുവാ ഭീതിയുണ്ട്. സർവ്വസന്നാഹമൊരുക്കി വനംവകുപ്പ് കടുവയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. കടുവയെ കണ്ടെത്താൻ ശ്രമം തുടരുന്നതിനിടയിലാണ് ഇന്നും കടുവ ആടിനെ കൊലപ്പെടുത്തിയത്. ഊട്ടിക്കവല ബിജുവിന്റെ വീട്ടിലെ ആടിനെയാണ് കടുവ കൊന്നത്. ഒച്ചകെട്ട് പുറത്തിറങ്ങിയ ബിജുവിന്റെ അമ്മ കടുവയെ കാണുകയും ചെയ്തു. ബഹളം വെച്ചപ്പോൾ കടുവ ആടിനെ വിട്ട് ഓടിപ്പോയി. ആടിനെ കൂട്ടിൽ നിന്ന് അല്പമകലയിലേക്ക് വലിച്ചു കൊണ്ടുപോയതായും വീട്ടുകാർ പറയുന്നു. വീണ്ടും വളർത്തുമൃഗം കൊല്ലപ്പെട്ടതോടെ സ്ഥലത്ത് പ്രതിഷേധമുണ്ടായി. വനംവകുപ്പ് പെട്ടെന്ന് തന്നെ കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കടുവയെ പിടികൂടാൻ നടത്തുന്ന ശ്രമങ്ങളും നഷ്ടപരിഹാരം സംബന്ധിച്ച ഉറപ്പും സൗത്ത് വയനാട് DFO വിശദീകരിച്ചതോടെ പ്രതിഷേധം അവസാനിച്ചു. ജനവാസ മേഖലയിലെ തോട്ടത്തിൽ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കാൻ 2 സംഘങ്ങളും സജ്ജമാണ്. ആടിനെ പിടികൂടിയ സ്ഥലത്തും വനംവകുപ്പ് കൂടുവെച്ചിട്ടുണ്ട്. 50 അംഗ വനപാല സംഘം 3 ടീമായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത്. തെർമൽ സ്കാനർ ഉപയോഗിച്ച് ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. അമൃത ന്യൂസ്, വയനാട്.